ഒരുമാതിരി എല്ലാവരും ദാ ഇങ്ങനത്തെ കുനുകുനാ പ്ലീറ്റ്സിൻ്റെ ഫാനായിരിക്കുമല്ലോ. അപ്പോൾ ഇതെങ്ങനെ ഈസി ആയിട്ട് എടുക്കാമെന്ന് നോക്കിയാലോ. വേണമെങ്കിൽ നമുക്ക് സാരി ഉടുത്തിട്ട് നമുക്ക് ഇതിൻ്റെ പ്ലീറ്റ്സ് എടുക്കുമ്പോൾ എടുക്കാം, അല്ലെങ്കിൽ നേരത്തെ വേണമെങ്കിൽ നമുക്ക് എടുത്ത് വെക്കാം കേട്ടോ. അപ്പോൾ നോർമൽ ഉടുക്കുന്ന പോലെ നമ്മൾ സാരി ഉടുത്ത് കൊടുക്കുക. ഇനി നമുക്കിതിൻ്റെ പല്ലും എടുക്കാം കേട്ടോ. പല്ലും എടുത്തിട്ട് നല്ല വശം ഇങ്ങനെ ബെഡിലോ അല്ലെങ്കിൽ ടേബിളിലോ എവിടെയെങ്കിലും വിരിച്ചിടുക. എന്നിട്ട് ഫസ്റ്റത്തെ പ്ലീറ്റ് നമ്മൾ എത്ര വീതിക്കാണ് വേണ്ടതെന്ന് വെച്ചാൽ, ഒത്തിരി വീതി വേണ്ട, ചെറിയ വീതിക്ക് എടുക്കുക. അതൊന്ന് അങ്ങോട്ടേക്ക് മറച്ചു കൊടുക്കുക കേട്ടോ. എന്നിട്ട് അത് വെച്ചിട്ട് വേണം നമ്മൾ അടുത്ത പ്ലീറ്റ്സ് എടുക്കാൻ. ഒരു 2 കൈ വെച്ചിട്ട് നമുക്ക് അപ്പുറത്തുനിന്നും ഇപ്പുറത്തുനിന്നും അതിൻ്റെ ചെറിയ വീതിക്ക് ഇതാ കണ്ടോ, ഇതേപോലെ പ്ലീറ്റ്സ് എടുക്കാം കേട്ടോ. ഇത് ഞാൻ ഒരു സ്റ്റോറിൽ പോയി കഴിഞ്ഞപ്പോൾ അവിടുത്തെ ചേച്ചി സാരിയൊക്കെ നമുക്കിങ്ങനെ ഡെമോ കാണിച്ചു തരുമല്ലോ. അപ്പോൾ അങ്ങനെ ഒരു ചേച്ചി ചെയ്തിട്ടാട്ടോ ഞാനിത് കാണുന്നത്. എനിക്ക് തോന്നുന്നു ഒരുമാതിരി ഇതേപോലെ ഷോപ്പിലൊക്കെ അവരിങ്ങനെയായിരിക്കും പെട്ടെന്ന് നമുക്ക് പ്ലീറ്റ്സ് എടുത്ത് തരുന്നുണ്ടോ. ഭയങ്കര ഈസി ആയിട്ട് നമുക്ക് എടുക്കാൻ പറ്റുന്ന ഒരു മെത്തേഡാണ് കേട്ടോ ഇത്. നമ്മൾ ഇങ്ങനെ എടുക്കുകയാണെങ്കിൽ പിന്നെ കൂടുതലൊരു അറേഞ്ച്മെൻറ്റിൻ്റെ ആവശ്യം പോലും വരുന്നില്ല, നമുക്ക് പക്കേ അത് വരുന്നുണ്ടാവും. എന്നിട്ട് നമുക്ക് അവിടെ പിൻ ചെയ്ത് കൊടുക്കാം. കണ്ടോ, ഇത് കണ്ടാൽ മനസ്സിലാവും കൂടുതലൊന്നും ഒരു അറേഞ്ച്മെൻറ്റിൻ്റെ ആവശ്യം ഇതിൽ വരുന്നില്ല. മറ്റേതൊക്കെ കുറച്ചും കൂടി റിസ്ക് പിടിച്ച ഒരു പണിയാണ്. ഇനി നമ്മൾ ഉടുക്കുന്ന ടൈമിൽ നമുക്ക് ചെസ്റ്റിലേക്ക് ഇതെല്ലാം ഒന്ന് അറേഞ്ച് ചെയ്ത് കൊടുത്തിട്ട് എത്ര ലെങ്ത്താണ് വേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് അളവെടുത്തിട്ട് നമുക്ക് പിൻ ചെയ്താൽ മതിയാവും കേട്ടോ. ഈ പ്ലീറ്റ്സിൻ്റെയൊക്കെ ആദ്യത്തെ നമുക്ക് ആ എടുക്കുമ്പോൾ ഉള്ള ബുദ്ധിമുട്ട് അല്ലാണ്ട് ബാക്കി നമ്മളിത് ട്രൈ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഭയങ്കര ഈസി ആയിട്ടുള്ള മെത്തേഡാണ് കേട്ടോ ഇത്. നമുക്ക് ഉടുക്കുന്ന ടൈമിൽ തന്നെ അതിൻ്റെ പല്ലും എടുത്തിട്ട് നമുക്ക് ബെഡിലോ അല്ലെങ്കിൽ എവിടെയെങ്കിലും വിരിച്ചിട്ടാൽ നമുക്ക് ചെയ്യാവുന്നതാണ്. ബാക്കി ഇതിൻ്റെ പ്രോസസ്സ് നോർമലി ഉള്ള പോലെ തന്നെ നമ്മൾ പ്ലീറ്റ്സ് എടുക്കുക, ടക്കിൻ ചെയ്യുക. ടക്കിൻ ചെയ്യുമ്പോൾ ഞാൻ എപ്പോഴും പറയുന്നതാണ് നീറ്റായിട്ട് ടക്കിൻ ചെയ്യുക. പിന്നെ നോക്കേണ്ട ഒരെണ്ണമാണ് നമ്മുടെ സൈഡ്. ഈ ഫ്രണ്ടിലെ പ്ലീറ്റ്സ് പോലെ തന്നെ ഉള്ളതാണ് നമ്മുടെ സൈഡ് വശം. അതും കൂടി ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു സാരി ഡ്രേപ്പിംഗ് ആണ് കേട്ടോ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കണ്ട. അടുത്ത വീഡിയോ കാണാം. ബൈ ഗൈസ്.